ഡാഡിയുടെ കാലത്തുള്ള വാലന്റൈൻസ് ഡേ എങ്ങനെയായിരുന്നു ഡാഡി? Guys, welcome to our new vlog. വേദുവിന്റെ പോപ്പീസിന്റെ ബാഗ് ഇടണം എന്നാ ഇത് വെറുതെ വീട്ടിനകത്ത് ഇപ്പൊ ഇത് ഇടാതെ വേദു നടക്കാറില്ല. ഓക്കെ, അപ്പൊ വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇത് വളരെ ഓടിക്കോ, ഇത് വളരെ ഒരു ഡിഫറെന്റ് ആൻഡ് സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം പ്രീ വാലന്റൈൻസ് ഡേ വ്ളോഗാണ്. ഇത് ശരിക്കും ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് പോകുന്ന റെസ്റ്റോറൻറ്റിന്റെ ഒരു പ്രൊമോഷൻ കണ്ടിരുന്നു. ഓക്കെ, ഭയങ്കര നല്ലൊരു പൈസയുടെ കാര്യം വിടും, പക്ഷെ ഫുഡ് ഭയങ്കര രസമായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ. സോ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾ ഇവിടെ ഇല്ല. വേദു തന്നെ മറ്റേ സ്പൈഡർമാൻ ഇങ്ങനെ വെബ് ഷൂട്ട് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്യുക. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾ ഇവിടെ ഇല്ല, ഞങ്ങൾ ട്രാവലിംഗ് ആണ്. അതൊരു കിഡിലൻ വ്ളോഗായിരിക്കും. 4 ദിവസം നല്ല കിഡിലൻ ട്രാവലായിരിക്കും ഞങ്ങളുടെ ഫുൾ ഗ്യാങ് ആയിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഒന്ന് പോയി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ട പോലത്തെ അത്രയും അടിപൊളി ഫുഡ് ആണെങ്കിൽ ടുഡേ ഇസ് ഗോയിങ് ടു ബി ഓസം. ഓക്കെ, അപ്പോൾ പ്രിയയുടെ വീട്ടിൽ ഹെയർ വാഷ് ചെയ്യാൻ പോയിരിക്കുകയാണ്. പ്രിയ മറ്റേ ഈ കാർ വാഷ് ഒക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കില്ലേ, അതുപോലെ പ്രിയ ഹെയർ വാഷ് ചെയ്യുന്ന അവിടെയാണ്. കാരണം ഇവിടെ വാഷ് ചെയ്താൽ ഫുൾ ഓയിലാവും, ഞാൻ വഴക്ക് പറയും. അതുകൊണ്ട് അവിടെയാണ് പോകുന്നത്. ബൗബൊന്നും ഇല്ല. അപ്പോൾ വേദു സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ പ്രിയയുടെ അവിടെ പോയിട്ട് ഞാനും റെഡി ആയിട്ട്, ഞാൻ വർക്കൗട്ട് കഴിഞ്ഞുള്ളൂ, ഞാനും റെഡി ആയിട്ട് നേരെ നമ്മൾ ഡിന്നറിന് പോകുന്നതായിരിക്കും. പക്ഷെ അതിലൊരു സ്പെഷ്യൽ ഗസ്റ്റും ഉണ്ട്. വേദു അല്ല കേട്ടോ, വേറൊരാള്, ഞങ്ങളുടെയൊക്കെ വാലന്റൈനാണ്. അപ്പോൾ ഞാൻ പ്രിയയുടെ വീട്ടിലാണ്. പ്രിയനെ പിക്ക് ചെയ്യാൻ വന്നതാണ്. പക്ഷെ പ്രിയയുടെ ഹെയർ ട്രീറ്റ്മെന്റ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രിയയുടെ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 2 hours എങ്കിലും പ്രിയ ഇവിടെ വന്ന് പ്രിയയുടെ വീട്ടിൽ വന്നാണ് കുളിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രിയ ഉപയോഗിക്കുന്ന മമത്തിന്റെ ഒരു മാസ്ക് ആണ്. കുറച്ച് കാലമായിട്ട് ഇപ്പം അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം എന്താ പ്രോഡക്റ്റ് എന്ന്. ഇതാണിപ്പം പ്രിയ ഇട്ടുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ്. ഇത് മമത്തിന്റെ ടീ ട്രീ ഹെയർ മാസ്ക് ആണ്. ഇത് ആക്ച്വലി മെയിനായിട്ട് ഈ ഡ്രൈ സ്കാൽപ്പിനുള്ള ഒരു സംഭവമാണ്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ടീ ട്രീ ഓയിലാണ്, വിച്ച് ഇസ് റിയലി ഗുഡ് ഫോർ ദിസ് ഇച്ചി സ്കാൽപ്പ്, അല്ലെങ്കിൽ ഈ ഡാൻഡ്രഫിന് അതിനൊക്കെ നല്ലതാണ്. ആ സമയത്ത് ഈ ആർഗൺ ഓയിൽ ആണെങ്കിൽ അത് ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ, ഇറ്റ്സ് ഫുൾ ഓഫ് വൈറ്റമിൻ ഇ ആൻഡ് ആൻറ്റി ഓക്സിഡൻസ്. അതല്ലാതെ ഇതിൽ ലെമൺ ഓയിൽ ഉണ്ട് ആൻഡ് ഓൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. സോ ഇത് മെയിൻലി നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആകുമ്പോൾ അല്ലെങ്കിൽ ഇച്ചി ആകുമ്പോൾ ഉപയോഗിക്കാനുള്ള സാധനമാണ്. അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഇപ്പം മമ്മി പ്രിയക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ജസ്റ്റ് ഹെയർ വെറ്റ് ചെയ്തിട്ട് ഇത് മാസ്ക് പോലെ സ്കാൽപ്പിലേക്ക് ഇട്ടാൽ മതി. പക്ഷെ പ്രിയയുടെ ആയതുകൊണ്ട് കുറേ സമയം എടുക്കും, കാരണം ഒരുപാട് മുടിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്കാൽപ്പിട്ട് മസാജ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 10-15 minutes കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്ത് കളയാം. പക്ഷേ ഇത് വാഷ് ചെയ്ത് കളയുമ്പോൾ മെയിനായിട്ട് നിൽക്കുന്ന സൾഫേറ്റ് ഫ്രീ ഷാമ്പു വെച്ച് തന്നെ വാഷ് ചെയ്ത് കളയണം. എന്നാലേ ആ ഒരു നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഈ ട്രീ ഹെയർ മാസ്ക് അല്ലാതെ അവർക്ക് ഓണിയൻ ഹെയർ മാസ്ക് ഉണ്ട്, വിച്ച് പ്രിവെൻറ്റ്സ് ഹെയർ ഫോൾ, ആൻഡ് ആർഗൺ ഹെയർ മാസ്ക് ഉണ്ട്, വിച്ച് ഇസ് ഗുഡ് ഫോർ ഫിസി ഹെയർ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് മാസ്ക് ആണ് വേണ്ടത് അത് അവരുടെ വെബ്സൈറ്റിൽ പോയി സെലക്ട് ചെയ്യാം. അവർക്ക് വേറൊരു ഹെയർ മാസ്ക് ഉണ്ട്, ബ്രിങ്ങാംല ഹെയർ മാസ്ക്. ഇതും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചാണ്. ഇത് ആക്ച്വലി ഹെയർ നറിഷ്മെന്റിനും ഗ്രോത്തിനൊക്കെ നല്ലതാണ്. പക്ഷെ ഇപ്പോൾ പ്രിയ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ അതെ ഈ ട്രീ ഹെയർ മാസ്ക് തന്നെയാണ്. ആൻഡ് അത് ഞാൻ പറഞ്ഞ പോലെ ഓൾ ടൈപ്സ് ഓഫ് ഹെയറിന് സ്യൂട്ടബിളും ആണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഞാൻ പറഞ്ഞ ടീ ട്രീ ഓയിൽ ഉണ്ട്, ആർഗൺ ഓയിൽ ഉണ്ട്, സീഡർവുഡ് ഓയിൽ ഉണ്ട്, ലെമൺ ഓയിൽ ഉണ്ട്. സോ ഇറ്റ്സ് ഓൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ്. ഇറ്റ് സ്മെൽസ് ഓൾസോ റിയലി നൈസ്. ആൻഡ് നിങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ളതൊക്കെ അറിയാം, മമഅർത്ത് ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് കമ്പനിയാണ്. സോ ദേ റീസൈക്കിൾ മോർ പ്ലാസ്റ്റിക് ദാൻ വാട്ട് ദേ യൂസ്. അതല്ലാതെ നിങ്ങൾ ഓരോ ഓർഡറും ദേ ലിങ്ക് വിത്ത് എ ട്രീ വിച്ച് ദേ പ്ലാന്റ്, ആൻഡ് ബൈ 2025 ദേ ആർ പ്ലാനിങ് ടു പ്ലാന്റ് 1 million ട്രീസ്. ആൻഡ് അപ്പോൾ ഒരുപാട് ഇക്കണോമിക് സോഷ്യൽ എൻവയറമെന്റൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു കമ്പനിയാണ് മമഅർത്ത്. ഗൈസ്, അപ്പോൾ മമഅർത്ത് ഞാൻ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് പോസിറ്റീവ് കമ്പനി മാത്രമല്ല, അവർ 120 മെട്രിക് ടൺസ് ഓഫ് പ്ലാസ്റ്റിക് ആണ് ഒരു മാസം റീസൈക്കിൾ ചെയ്യുന്നത്. ആൻഡ് ഇനി നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ എൻ്റെ ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിലും എല്ലാം കിട്ടും. പക്ഷേ മമഅർത്തിൻ്റെ വെബ്സൈറ്റിൽ കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ORU2021 എന്നുള്ള കോഡ് ഉപയോഗിച്ചാൽ 20% ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ പ്രിയയുടെ ഈ കുളി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡിന്നർ നടക്കുള്ളൂ. അപ്പോൾ ഞാനും പോയി ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ ഹായ് ഗായ്സ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എത്തി. എത്ര കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിൽ പോയിട്ട് വന്നിട്ട് ഒരുപാട് കാലം പോലെ തോന്നും. സോ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഡിന്നറാണ്. നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടല്ല വന്നത്, പക്ഷെ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടുകൊണ്ട് വേഗം വന്നതാണ്. അപ്പോൾ നമുക്ക് ആരും ഇല്ലാത്ത റൂം തന്നു. സോ ദ തിങ് ഇസ് ദാറ്റ് ഇവിടെ ആക്ച്വലി വാലന്റൈൻസ് ഡേ സ്പെഷ്യലിൻ്റെ റേറ്റ് ഏകദേശം 1100 ആണ് ഫോർ 2 people. പക്ഷേ ഞങ്ങൾ ഇതൊരു ഡിഫറെൻറ്റ് വാലന്റൈൻസ് ഡേ പ്രീ സെലിബ്രേഷൻ, ഒരു വാലന്റൈൻസ് ഡേ പ്രീ സെലിബ്രേഷൻ ആണ്. കാരണം ഇതിൽ നമ്മൾ
സാധാരണ വാലന്റൈൻസ് ഡേ ഗേൾ ഫ്രണ്ടോ വൈഫോ അങ്ങനെയായിട്ടല്ലേ പോകുന്നത്. ഇത്തവണ നമ്മൾ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ആരായിരിക്കും സർപ്രൈസ് ഗസ്റ്റ് നിങ്ങൾക്ക് ഒരുവിധം ഗസ് ചെയ്യാൻ പറ്റും. പക്ഷെ ആളിവിടെ ഉണ്ട്. ആൻഡ് ആള് മാത്രമേ കറക്റ്റ് വാലന്റൈൻസ് ഡേ കോസ്റ്റ്യൂമിലും വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആക്ച്വലി വ്ളോഗ് ചെയ്യാനുള്ള ആഗ്രഹം കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന്, ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വാലന്റൈൻസ് ഡേ മീൽ കണ്ടിട്ടില്ല. സെക്കൻഡ്ലി എല്ലാവരും എല്ലാവരും ഇത്തവണ ഒരു ചേഞ്ചിന്, കാരണം ഇറ്റ്സ് ബീൻ എ ടഫ് ഇയർ അല്ലേ. അപ്പോൾ ചേഞ്ചിന് വേണ്ടി ഒരു ഗേൾ ഫ്രണ്ടോ വൈഫ് അല്ലാതെ ഒരു ഫുൾ ഫാമിലി ഓഫ് ഫ്രണ്ട്സോ ഇഷ്ടമുള്ളവർ ആരായിട്ടാണെങ്കിലും വന്ന് ഇതൊന്ന് ട്രൈ ചെയ്യുക. ഐ തിങ്ക് ഇറ്റ് ബി എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. കാരണം ഒരു ഫോക്കസ് മെനു ഒക്കെ അങ്ങനെ നമുക്ക് എവിടെ പോയാലും കിട്ടാറില്ലല്ലോ കൊച്ചിയിലൊന്നും. അപ്പോൾ വാലന്റൈൻസ് ഡേ മെയിൻ ഗിഫ്റ്റ് കാണിച്ചു തരാം, അല്ല മെയിൻ ആളെ കാണിച്ചു തരാം. എങ്ങനെയുണ്ടായിരുന്നു പ്രിയ ഞാൻ ഹിമാലയത്തിൽ പോയപ്പോ? അയ്യോ, എനിക്ക് വീഡിയോ കണ്ടപ്പോ തന്നെ ഞാൻ തണുത്ത് കഴിഞ്ഞു. ഞാൻ വരാത്തത് ദൈവം ചെയ്ത് ഇങ്ങനത്തെ സ്ഥലത്ത് തന്നെ വിളിച്ചേ. അതൊന്നും പറ്റില്ല. പിന്നെ കാണുമ്പോ കേറാനൊക്കെ തോന്നും, പക്ഷെ കിടക്കുന്ന കാണുമ്പോ നമുക്കറിയാം എന്ത് ഹൈറ്റും എന്ത് തണുപ്പുമായിരിക്കും. നല്ലൊന്ന് ട്രൈ ചെയ്യുന്നോ? നമുക്ക് പറ്റിയ വല്ല എവിടെയാ സ്വിറ്റ്സർലൻഡോ അല്ലെങ്കിൽ ഷിംലയിലൊക്കെ പോയി നല്ല നല്ല സ്ഥലത്തൊക്കെ താമസിച്ച് ഹീറ്ററുള്ള സ്ഥലത്തൊക്കെ പോവാ. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ഗസ്റ്റിനെ നോക്കിക്കോ. ഹായ് പറ. ഹായ്, ഇത് വേദു മോൻ, നമ്മുടെ സ്പെഷ്യൽ വാലന്റൈൻസ് ഗസ്റ്റ്. കറക്റ്റ് കോസ്റ്റ്യൂം വന്നിരിക്കുന്ന യങ്സ്റ്റർ ആണ് നമ്മുടെ ഡാഡി. അപ്പൊ ഡാഡിയാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. ടേബിളൊക്കെ അവർ ഇത് ആക്ച്വലി അവർ നമ്മളോട് ചോദിക്കും കേട്ടോ, റോസ് പെറ്റൽസ് ഒക്കെ വേണമെന്ന്. കാരണം ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ലല്ലോ. ഡാഡിയുടെ ഡേറ്റ് ആണ് വേദു. ഡാഡിയും വേദു ആണ് ഡേറ്റ്, ഞാനും പ്രിയൻ ഇരിക്കുന്നത്. അപ്പൊ ഈ പെറ്റൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്താൽ അവര് പെറ്റൽസ് ഒക്കെ വെച്ച് ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്യും. ഉയ്യോ, വേദു ഇപ്പൊ ഭയങ്കര നോട്ടി ആട്ടെ. ഞാൻ ഹിമാലയത്തിൽ പോയിട്ട് വന്നപ്പോഴേക്കും ഭയങ്കര ആള് മാറി, ഭയങ്കര നോട്ടിനെസ് ഉണ്ട്. വേദു ഭയങ്കര നോട്ടി ബോയ് അല്ലേ ഇപ്പൊ? കാരണം റോസ് ഒക്കെ എടുത്ത് എറിയുന്നു. എല്ലാരും വേദുവിനെയും പ്രിയനെയും ഡാഡിനെയൊക്കെ മിസ് ചെയ്തു. ഡാഡി കണ്ടല്ലേ ഹിമാലയൻ വ്ളോഗ്? കണ്ടു. ഭയങ്കര എനിക്ക് ഇങ്ങനെ സ്ലീപ്പിംഗ് ബാഗിലൊന്നും കിടക്കാൻ പറ്റില്ല. ഞാൻ ഡാഡിക്ക് അല്ലെങ്കിലും പോകാൻ പറ്റില്ല, അത്രയും മലയിൽ കേറാൻ പറ്റും. എനിക്ക് സഹിക്കാൻ പറ്റും, പക്ഷെ കേറാൻ പറ്റില്ല. കിടക്കുന്നു. പിന്നെ അല്ല, തണുപ്പെന്ന് പറഞ്ഞാൽ തണുപ്പ് ഭയങ്കര തണുപ്പാടി. ഡാഡി കേദർനാഥിൽ പോയിട്ടുണ്ട്. അവിടെ അന്ന് പക്ഷെ ഡാഡി നടന്നല്ലേ പോയാ? ഭയങ്കര തണുപ്പാണ്, അടിപൊളി. അല്ല, ദില്ലു പോയപ്പോ തന്നെ ആ ക്ലൈമറ്റില് ഒന്നാമത് ശ്വാസം കിട്ടൂല. അതിന്റെ കൂടെ തണുപ്പും കേട്ടു. അതിന്റെ കൂടെ വെജിറ്റേറിയൻ ഫുഡും. ആ വെജിറ്റേറിയൻ ഫുഡ് വാസ് നൈസ്. പക്ഷെ ആ വെജിറ്റേറിയൻ ഫുഡിന്റെ ക്ഷീണം ഇന്നത്തെ ഈ മീലിൽ മാറ്റുന്നതായിരിക്കും. ഇതാണ് ഫോക്കോസ് വാലന്റൈൻസ് ഡേ ആണ്. ആൻഡ് 1119 പ്ലസ് ടാക്സസ്. ആൻഡ് വെസ്ലീസ് കഫേ. നിങ്ങൾ ഈ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി എന്തെങ്കിലും ബുക്കിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ആൻഡ് മെനു ഞാൻ കാണിച്ചു തരാം. അത് കണ്ട, ഈ മെനു തന്നെ ഭയങ്കര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് മെനു അല്ലേ. വെൽക്കം ഡ്രിങ്ക്, മൾബെറി പോർഷൻ, സൂപ്പ്, സീ ഫുഡ് ടെറൈൻ അല്ലെങ്കിൽ മഷ്റൂം മൂസ്, രണ്ടും തിക്ക് ക്രീം ബേസ് സൂപ്പ് ആയിരിക്കും. സാലഡ്, ഇത് അന്തുവിന്റെ സാധനമാണ് സാലഡ്, നമുക്ക് വേണ്ടല്ല. അന്തുവിന്റെ സാലഡിന് എവിടുന്നൊക്കെ ആൾക്കാർ ഓർഡർ ഉണ്ടെന്ന് പറയുന്നത് വിളിക്കുന്നത്. ആരോ വിളിച്ച സാലഡ് ഓർഡർ ചെയ്തപ്പോ അന്തു ചോദിച്ചൊന്ന് കളിയാക്കാണോ? അല്ല ചേട്ടാ, എനിക്ക് ശരിക്കും ആ സാലഡ് വേണം. അല്ല, അന്തു ഇന്ന് ലുലുമാളിൽ പോയപ്പോഴേ ആരൊക്കെ അന്തുവിന്റെ ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. നേരിയാനില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടേ സാലഡില് കാരമലൈസ്ഡ് പിയേഴ്സ് വിത്ത് ഫെറ്റ ഒരു ടൈപ്പ് ചീസാണ്. ആൻഡ് മെസ്ക്ലൂൺ എനിക്ക് പറഞ്ഞിട്ടില്ല, ഭയങ്കര ഒരു ഫ്രഞ്ച് സംഭവം തോന്നുന്നു. പിന്നെ മെയിൻസ് നമുക്ക് ഗ്രില്ലും ഉണ്ട്, പാസ്താസ് ഉണ്ട്, അതിൽ സീ ഫുഡ് ഉണ്ട്, ഫിഷ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്. ആൻഡ് ഡിസേർട്ട്സ് സ്ട്രോബെറി പാനക്കോട്ട, ചോക്ലേറ്റ് മൂസ്, യോഗേർട്ട് ആൻഡ് ബെറി, അങ്ങനത്തെ സംഭവമാണ്. എന്തായാലും വെൽക്കം ഡ്രിങ്ക് വന്നു, നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ എത്ര നാൾ കഴിഞ്ഞിട്ടേക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം കേട്ടോ ഫുഡ് റിവ്യൂ അല്ല, സോറി, ഐ ഡോണ്ട് റിവ്യൂ എനിത്തിങ്. ഫുഡ് വ്ളോഗ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വെൽക്കം ഡ്രിങ്ക് ആക്ച്വലി നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു വൈൻ്റെ ഒക്കെ ലുക്ക് ഇല്ലേ, പക്ഷേ ഇത് സ്ട്രോബെറി ആൻഡ് ബ്ലൂബെറി, പക്ഷെ അത് ഫിസി ഡ്രിങ്ക് ആണ്. അപ്പോൾ ഭയങ്കര തിക്കൊന്നല്ല, പക്ഷെ കുടിക്കാൻ ഭയങ്കര റിഫ്രഷിംഗ് ആണ്. എസ്പെഷ്യലി ചൂടത്ത് കിട്ടില്ല ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ്. ഏതിനും കൊടുക്കാം, നാച്ചുറൽ സാധനമല്ലേ. അവൻ കുടിച്ചു നോക്കുക, അവൻ ഗ്യാസ് ഉള്ളവൻ കുടിക്കില്ല. ഈന്ന് കണ്ട, ഈന്ന് ആ കളർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയുണ്ട്? വെരി ഗുഡ്. എല്ലാവർക്കും ഇരിക്കുന്നുണ്ട്. ഇനി ആക്ച്വലി കുറെ സംഭവങ്ങളുണ്ട്. ഇനി ഞങ്ങൾ കുറച്ച് നാൾ ഇവിടെ കുറച്ച് ഇപ്പം സമ്മർ വെക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കുറെ റിസോർട്ട്സും അല്ലെങ്കിൽ കുറെ ഹോം സ്റ്റേസ് ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്യാം. കാരണം എല്ലാവർക്കും വെളിയിൽ പോകണം എന്ന് 100% ആഗ്രഹം കാണും. ആൻഡ് പറ്റുമെങ്കിൽ അവരോടൊക്കെ ഞാൻ പറഞ്ഞ്
എന്തെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് OHF സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനും പറയണം. അപ്പോൾ ഒരുപാട് ട്രാവലിംഗ് കാണും, ലോക്കൽ ട്രാവലിംഗ് വിത്തിൻ കേരള കുറേ ട്രാവലിംഗ് കാണും ഈ ഒരു മാസം. അതിൻ്റെ തുടക്കമാണ് ഈ ഫുഡ്. അപ്പോൾ അടുത്ത സാധനം സൂപ്പാണ്. അതിൻ്റെ അകത്ത് റോസ് പെറ്റലുണ്ട്. ഇത് ക്രീം ഓഫ് ആസ്പെർഗസ് ആണ്. സോ ഐ തിങ്ക് സോ വെജിറ്റേറിയൻ, പക്ഷേ സീ ഫുഡും ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് കഴിച്ചു നോക്കണം. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം നല്ല തിക്ക് സൂപ്പാണ്. തിക്ക് സൂപ്പ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ടേസ്റ്റർ നോക്കട്ടെ. ടേസ്റ്റ് ഞാൻ പോയ പിന്നെ വെളിയിലൊന്നും പോയിട്ടില്ല അത് ഫുഡ് കഴിക്കാൻ. അതെ, ഞാൻ അവിടെ പോയ പോക്ക് കഴിച്ച സ്ഥലം കണ്ട ടിബറ്റിയൻ ഫുഡ്. ആ വേദുവിന്റെ സൂപ്പർമാനെ വ്ളോഗ് ചെയ്യാം. കൊള്ളാവോ? ആണോ? വേദുവിന്റെ അമ്മ വരുന്നുണ്ട്, അപ്പൊ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആണോ? ക്രീമി അല്ലേ? ക്രീമി, സോൾട്ടി, കണ്ടറിയാം. റിച്ച് ഫ്ലേവറാണ്. ഐ മീൻ നല്ല ക്രീമി ആണ്, പക്ഷെ നല്ല തിക്ക് ഫ്ലേവറും ഉണ്ട്. വേദു എങ്ങനെയുണ്ട് റിവ്യൂ പറ ഫ്രഞ്ച് ഫ്രൈസിന്റെ? പറ വേദു. ആസ്പെർഗസ് സൂപ്പ് സൂപ്പർ. അതിൻ്റെ കൂടെ സീ ഫുഡ് ടെറൈൻ ഉണ്ട്. ടെറൈൻ ആക്ച്വലി ഒരു മാഷ് പോലെ ആയിരിക്കും. അതൊരു ഇതിലെനിക്കൊന്നും പ്രോൺസും ഫിഷും ആയിട്ടിരിക്കുന്നതാണ് അവർ പറഞ്ഞത്. അതും ഈ സൂപ്പിനോട് കഴിക്കുമ്പോൾ ഇറ്റ്സ് വണ്ടർഫുൾ. വണ്ടർഫുൾ. ശരിക്കും ഒരു കുറച്ച് നല്ല റിഫൈൻഡ് ഒരു ടേസ്റ്റാണ് ഇവിടുത്തെ ഉള്ള എല്ലാ ഡിഷസിനും. പൊതുവെ അങ്ങനെ എവിടെയും സെർവ് ചെയ്യാത്ത ക്വിസീനാണ്. ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് കേട്ടോ. ഈവൻ പ്ലേറ്റിങ്ങിലൊക്കെ അവർ ഒരു മാർക്ക് പോലും ഇല്ലാതെയാണ് അവർ സെർവ് ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നായതാണ്. അല്ലെങ്കിൽ കണ്ട പ്ലേറ്റ്സ് ഒക്കെ ഞാൻ കണ്ടു. അവർ പ്ലേറ്റ് ഒക്കെ പ്രോപ്പറായി വൈപ്പ് ചെയ്ത് ഭയങ്കര ഒരു ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ കോസ്റ്റ് ഫൈൻ ഡൈനിങ് അല്ല, വളരെ അഫോർഡബിൾ കോസ്റ്റ്. ഐ ഫീൽ ഇറ്റ്സ് ടോട്ടൽ സ്റ്റീൽ. എനിക്ക് അവരൊരു പ്രൊമോഷന് വേണ്ടി ചെയ്യുമായിരിക്കും. കാരണം അല്ലെങ്കിൽ ഈ ഒരു റേറ്റിൽ 2 പേർക്ക് 1200 രൂപയ്ക്ക് ഇത്രയും ഒരു 4 കോഴ്സ് മീലൊന്നും കൊടുക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ഈ ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരു പ്രോപ്പർ ഒരു ട്രെയിൻഡ് ഷെഫാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സംഭവം. കാരണം അങ്ങനത്തെ തോട്ട്ഫുൾ ഡിഷസ് ആണിത്. ഇപ്പൊ വേദുവിന്റെ പഴയതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും വെറുതെ കഴിക്കാൻ പറ്റില്ല, അത് സോസിലൊക്കെ മുക്കണം അല്ല വേദു? നോന്നോ കണ്ടോ, മുക്കാതെ കഴിക്കുന്നു ഇപ്പൊ. ഒറ്റ വാശിയിൽ ഒറ്റ കയറ്റല്ലേ വായിലേക്ക്. അത് കഴിച്ചിട്ട് എല്ലാം കൂടെ എന്തിനാ കയറ്റുന്ന വേദു? വെറുതെ ഞാൻ കൈ പിടിക്കാൻ വേണ്ടിയാ. ഇപ്പൊ കാണിക്ക, ഇപ്പൊ തന്നെ കഴിക്കും കണ്ടോ. വെറുതെ ഷോ കാണിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ വെറുതെ. വളരെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് കെച്ചപ്പ് ഒക്കെ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുള്ളൂ. കാരണം ഇറ്റ്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. അത് ആരും ചെയ്യാറില്ല. ഹയാത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. പിന്നെ ഇപ്പം ഞാൻ സെക്കൻഡ് റെസ്റ്റോറൻറ്റ് ഞാൻ കാണുന്നത് ഇവരാ. ഒബ്വിയസ്ലി അത്രയും നോർമൽ കെച്ചപ്പിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും ആയിരിക്കില്ല. കാരണം അതിൽ ഒരുപാട് കെമിക്കൽസ് ഒക്കെ കാണുമല്ലോ. ഇതിൽ ശരിക്കും ഒരു ടൊമാറ്റോൻ്റെ ഫ്ലേവറും കുറച്ച് സ്വീറ്റ്നെസ്സും കിട്ടുന്നത്. ആൻഡ് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ അറ്റൻഷൻ ടു ഡീറ്റെയിൽ വിച്ച് ദേ ഗിവ് ടു ദ ഫുഡ് ആൻഡ് ദ ലവ് വിച്ച് ദേ പുട്ട് ഇൻ ടു ദ ഫുഡ്. ആ ഒരു ലവ് നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഇവരുടെ ഒരു സ്റ്റാർട്ടർ ഡ്രിങ്കിലും ആ സൂപ്പിലും ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ ആ സോസിൽ അത് ഫീഡ് ചെയ്യാം. അടുത്തത് സാലഡാണ്. ഇതും കണ്ടോ ഭയങ്കര ഒരു പ്ലേറ്റിംഗ് അടിപൊളിയായിട്ട്. എല്ലാത്തിലും റോസ് ഉണ്ട്. ഇത് ഡ്രസ്സിങ് ഓറഞ്ച് ആൻഡ് ജിഞ്ചർ ആണ്. ഇത് കാരമലൈസ് പിയർ, ഹേസൽനട്ട് ഉണ്ട്, ഫെറ്റ ചീസ് ഉണ്ട്, ആൻഡ് ഇപ്പോൾ ഒരു പോമഗ്രാനറ്റ് ഉണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്, ഐസ്ബർഗ് ലെറ്റ്യൂസ് ഉണ്ട്. ഇറ്റ്സ് ലുക്കിംഗ് അമേസിങ്. ആക്ച്വലി പോസ്റ്റ് പിയറും ഹേസൽനട്ടും ഫെറ്റ ചീസും ഇത് മൂന്നും മതി. ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. ഇത് ക്രഞ്ചി വരും, ഇതൊരു ക്രീമിനെസ്സും വരും, ഇതിലൊരു സ്വീറ്റ്നെസ്സും വരും. സോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി റിഫൈൻഡ് ഡിഷാണ്. അപ്പൊ പ്രിയ എടുത്ത വെയിറ്റിംഗ് ആണ് പ്രിയ. ആദ്യത്തെ 2 ഹാപ്പിയായി, ഡ്രിങ്കിലും സൂപ്പിലും അല്ലേ, എല്ലാത്തിലും ഭയങ്കര രസമായിട്ടുണ്ട്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എടുത്തിട്ട് നമുക്ക് സോസ് ഒഴിക്കാം. ഇതൊക്കെ കണ്ട് എങ്ങനെ അത് കഴിക്കാൻ തോന്നും? ഇതിന്റെ എന്തൊരു ഭംഗിയല്ലേ, എങ്ങനെ കഴിക്കാൻ തോന്നും? അടിപൊളിയല്ലേ? സ്വീറ്റ്നെസ് ഉണ്ട്. ആ ക്രീം ചീസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതാ മിക്സ്ഡ് ആയി. ഇതുണ്ട് ഈ പോസ്റ്റ് പിയറും കാരമലൈസ് പിയറും പോമഗ്രാനറ്റും കുറച്ച് ആ ലെറ്റ്യൂസിൽ ആ ചീസൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ? ആ മിക്സ് ഓഫ് ഫ്ലേവേഴ്സ് ആണ് അല്ലേ ഡി? കഴിച്ചിട്ടില്ലല്ലോ ഇതുപോലത്തെ സാധനം? ഭയങ്കര ടേസ്റ്റാ. വേദുവിന് വേണമെന്ന് ഫ്രഞ്ച് ഫ്രൈസ്. അവന് സ്പൂണി വെച്ച് കൊടുക്കണം, എടുത്ത് സ്പൂണി വെച്ച് കൊടുക്കണം. ഭയങ്കര ഒരു ഡാൻസ് ഓഫ് ഫ്ലേവേഴ്സ് ആണ് ഇൻ അവർ മൗത്ത് ഈ ഒരു സാലഡിന്. ആ ഒരു ഫെറ്റ ചീസിൻ്റെ ക്രീമിനെസ്, സോൾട്ടിനെസ്, പോസ്റ്റ് പിയേഴ്സിൻ്റെ സ്വീറ്റ്നെസ്, ലെറ്റ്യൂസിൻ്റെ ചെറിയ ക്രഞ്ചിനെസ്,
ആ കുറച്ചും കൂടി ഹേസൽ നട്ട്സും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. കാരണം ക്രഞ്ചി ആ ഒരു നട്ട് ഹേസൽ നട്ട് ഭയങ്കര ടേസ്റ്റാണ്. അതും കൂടെ കുറച്ചും കൂടെ കൂടുതലുണ്ടെങ്കിൽ സംഭവം ഭയങ്കര അടിപൊളിയാണ്. ടുവേർഡ്സ് സ്വീറ്റ് സൈഡാണ് ഈ സാലഡ് അല്ലേ? അതുകൊണ്ടാണ് പ്രിയക്ക് ഇത്ര ഇഷ്ടം. അല്ല സാലഡ് നല്ല ഹെൽത്തിയാണ്, നല്ല സ്വീറ്റ്. നമ്മൾ കഴിക്കാത്ത സാധനമാണ്, പക്ഷെ ഇത് കഴിച്ചു അടിപൊളിയായിട്ടുണ്ട്. ഇതില് നമ്മുടെ ലെറ്റ്യൂസ് ഒക്കെ പരിപാടി കഴിക്കും. ലെറ്റ്യൂസിന് മധുരം ഉണ്ട്, അത് ആ ഒരു ടോട്ടൽ എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ ഉണ്ടാവുന്ന ഒരു മധുരം അടിപൊളിയാട്ടോ ഈ കോഴ്സ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളൊരു അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും ഈ രാജസ്ഥാൻ പോലെ 1 മന്ത് ട്രിപ്പ് ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാം ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല. പക്ഷെ ആ സ്ഥലത്തിന് വേണ്ടി പ്രിയ എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആക്ച്വലി രാജസ്ഥാനെ കാട്ടി കൂടുതൽ എക്സൈറ്റഡ് ആണ്. ഡാഡിയും ഭയങ്കര എക്സൈറ്റഡ് അല്ലേ? ഡാഡി ഉണ്ട് കേട്ടോ ആ ട്രിപ്പില്. ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്, നമ്മളിപ്പോ പറയുന്നില്ല. പക്ഷെ എനിക്കൊരു ഐഡിയ വന്നു, നമ്മളെല്ലാവരും ഒരു ലൈവിൽ വന്ന് ആ ട്രിപ്പ് റിവീൽ ചെയ്താലോ? നിങ്ങളൊരു കമന്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ഇന്ററാക്ഷനും ആവും. ഞാനും ഡാഡിയും പ്രിയയും മേതും ഒക്കെ ഇരുന്ന് അവിടെ പോയി ലൈവ് ചെയ്യുന്നല്ലേ? അല്ല, അപ്പൊ അറിയുമല്ലോ, അതിന് മുമ്പേയൊക്കെ അറിയണം. അപ്പോൾ ഞാനും പ്രിയൻ ഡാഡിയും മേതും ലൈവ് വന്ന് നിങ്ങളെല്ലാവരും കൂടെ ജോയിൻ ചെയ്യുമെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഫൺ, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, ഒരു ഫൺ ലൈവ് ചെയ്യാം. ആൻഡ് ആ ലൈവിൽ അവിടെ ട്രിപ്പ് റിവീൽ ചെയ്യാം. അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ആൻഡ് അപ്പോൾ ഇൻഫർമേഷനും റേറ്റ്സ് ഒക്കെ പറയും, കാരണം അല്ലെങ്കിൽ പിന്നെ നടക്കാറില്ല. ആൻഡ് സമ്മർ വെക്കേഷന് പോകാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ മെയിൻ കോഴ്സിൻ്റെ പേര് ക്യൂപിഡ് പ്ലാറ്റർ എന്നാണ്. പക്ഷേ അതിന് വരെ 3 ടൈപ്പ് സോസസ് ആണ് നമുക്ക് ഇഷ്ടമുള്ളത്. ഇത് ആക്ച്വലി കൊറിയാൻഡർ ബേസ്ഡ് ഒരു സോസാണ്. ഇത് ലെമൺ ബട്ടറും ഇത് ചില്ലി ജാമാണ്. ഇത് ശരിക്കും ഒരു പുതിന ചട്നിയുടെ ഒരു ടേസ്റ്റ്. ഇത് ലെമൺ ബട്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെരി ക്രീമി, ചെറിയൊരു ലെമണിൻ്റെ ടാങ്കിനെസ്, ബട്ടറിൻ്റെ ഫ്ലേവർ ആൻഡ് ചില്ലി ജാം. നോക്കട്ടെ, അടിപൊളി ചില്ലി ജാം, എരിവും മധുരവും. ചില്ലി ജാം അത് തന്നെ, ജാമിൻ്റെ മധുരവും ചില്ലിയുടെ ഒരു സ്പൈസിനെസ്സും അതായിരിക്കും ഏറ്റവും അടിപൊളി ഇതിൻ്റെ കൂടെ. ആൻഡ് നമ്മുടെ പ്ലാറ്റർ വന്നിട്ടുണ്ട്. അതിൽ പ്രോൺസ് ഉണ്ട്, ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ബേബി പൊട്ടേറ്റോസ് ഉണ്ട് ആൻഡ് സം ഹെൽത്തി വെജിറ്റബിൾസ് വിച്ച് ഇസ് മേ ബി ടോസ്ഡ് ഇൻ ബട്ടർ. സോ അതാണ് ബ്രീഫിൻ്റെ അടി കഴിക്കുക, അത് നമുക്ക് മാറ്റാം, അതുകൊണ്ട് കുഴപ്പമില്ല. പ്രിയ എങ്ങനെയുണ്ട് കണ്ടിട്ട്? കഴിക്കല, ഇങ്ങനെ ഫോട്ടോ എടുക്കണം. ബീഫിന്റെ ആക്ച്വലി ഇത് ഭയങ്കര ഒരു റിഫൈൻഡ് പ്രിപ്പറേഷൻ ആണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, അങ്ങനെ കഴിക്കാത്തൊരു ഡിഷാണ്. ഇവിടെ യൂറോപ്യൻ ഡിഷാണ് അത്. പ്രോൺസ്, പ്രിയക്ക് പ്രോൺസ് കാണിക്കണം. അത് സാധാരണ ലെമൺ ഗ്രിൽ പ്രോൺസ് ആണ്, ഫ്രഷ് പ്രോൺസ് ആണ്. സോ ഇറ്റ് വിൽ ബി ടേസ്റ്റി. പക്ഷെ ഈ സോസ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ജസ്റ്റ് ടേസ്റ്റ് ദിസ് ചില്ലി ജാം സോസ്. ഐ ലവ്ഡ് ഇറ്റ്. ഡാഡി ഈ സോസ് മാത്രം ഒന്ന് കഴിച്ചു നോക്ക്. ഇത് അടിപൊളിയല്ലേ? അത് മാത്രം കഴിച്ചു നോക്ക്. ഡാഡി എരിവണ്ട ആളാണ്, പക്ഷെ ഇതൊന്ന് കഴിച്ചു നോക്ക്. എരിവില്ല ഡാഡി. അടിപൊളിയല്ലേ? മധുരമാണോ? മധുരവും എരിവും കൂടെ. പ്രോൺസ് പിന്നെ അറിയാലോ, ഒരു ഗ്രിൽ പ്രോൺസ് ഫ്രഷ് ആവുമ്പോ who doesn't like it unless you're allergic, everyone will love this. പ്രോൺസ് കഴിക്കേണ്ടത് ഈ ഒരു ലെമൺ ബട്ടർ ഗാർലിക്കിൻ്റെ കൂടെയാണ്. ആ വേദുവിന് സ്പൂൺ മാത്രമേ ഉള്ളൂ, ഫുഡില്ല എന്ന്. അതുപോലെ തന്നെ ബീഫ് സ്കാലോപ്പ് ഞാൻ പറഞ്ഞില്ല, ഇത് ക്രംഡ് ഫ്രൈഡ് ബീഫാണ്. പക്ഷെ ആദ്യമേ ബീഫ് ഒന്ന് ഹാമർ ചെയ്യും സോ ദാറ്റ് ഇറ്റ് ബി വെരി ടെൻഡർ. അപ്പോൾ ഈ സ്റ്റേക്കിന് തന്നെ പക്ഷെ ഒരു ഫ്രൈഡ് സ്റ്റേക്ക്, പക്ഷെ ബ്രെഡ് കോട്ടഡ്. ഓ ഷൂട്ട് ചെയ്യുന്നു വേദു എല്ലാവരെയും. ഇത് അടിപൊളിയായിരിക്കും, നോക്കട്ടെ. ഞാൻ ഇത് ഇതുവരെ കേരളത്തിൽ കഴിച്ചിട്ടില്ല. ഓ സ്പൈഡർമാൻ സ്പൂൺ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. പ്രിയ അത് ഫിഷ് കഴിക്കട്ടെ. ഇത് നോക്കട്ടെ, ഇനി സോസ് പോലും ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. സോസ് ആക്ച്വലി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം ഇത് ആക്ച്വലി അവർ അധികം സ്പൈസിയോ സോൾട്ടിനെസ് ഒന്നുമില്ല, നല്ല ഒരു ക്രിസ്പി ഫ്ലേവറാണ്. ഇത് ഷൂട്ട് ചെയ്തോ. അപ്പോൾ ഇതിൻ്റെ കൂടെ പറ്റിയത് എനിക്ക് തോന്നുന്നു ആ ഒരു ചില്ലി ജാം ഇതിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. അതായത് ഫിഷ് ഇവർ അധികം സ്പൈസസ് ഓയിൽ ഒന്നും അങ്ങനെ ഉപയോഗിക്കില്ല. ഫിഷ്
ബാസ അല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ഫിഷിന്റെ ക്വാളിറ്റി. ജസ്റ്റ് സീ ദിസ്. ഇതിൻ്റെ കൂടെ ഓബ്വിയസ്ലി ലെമൺ ബട്ടർ സോസ് ഇട്ട് കഴിഞ്ഞാൽ കിങ് ഫിഷ് ആണ്. പെർഫെക്റ്റ് ഡിഷ്. കാരണം ആ ഫിഷിൻ്റെ അത്രയും ഫിഷിനെസ് ഇല്ല. നല്ല ഫിഷ് ആണെങ്കിൽ, ഫ്രഷ് ആണെങ്കിൽ ആ ഫിഷിന് ഒരിക്കലും ആ ഫിഷിൻ്റെ ഒരു സ്മെല്ലോ ഒന്നും കാണില്ല. ആ സമയത്ത് ആ ഒരു പ്രോപ്പർ ഒരു ഓഷ്യൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ ലെമൺ ബട്ടർ ഗാർലിക് സോസും കൂടെ ഇടുമ്പോൾ വേറെ ഒന്നും പറയാനില്ല. അടിപൊളി. നല്ല ഫിഷല്ലേ അടി? എനിക്ക് ആ ചില്ലി ജാമാണ് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇത് പ്രശ്നം എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുന്നു. അതുകൊണ്ട് ഒന്നും നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്ക് സാധനം തീർന്നു. പ്രിയ ബീഫ് ഒന്ന് ആ ചില്ലി ജാമിൽ മുക്കി കഴിയും. പെർഫെക്റ്റ് കോമ്പിനേഷൻ. ബീഫ് ചില്ലി ജാമും ഫിഷൊക്കെ ലെമൺ ബട്ടറും. ചിക്കൻ വേണമെങ്കിൽ പെരി പെരി ചിക്കൻ വേണമെങ്കിൽ കൊറിയാൻഡർ സോസിൽ മുക്കി. എനിക്ക് അതായിരിക്കും ഒരു കോമ്പിനേഷൻ. ഇനി പെരി പെരി ചിക്കൻ അത് നോക്കട്ടെ. പെർഫെക്റ്റ്ലി കുക്ക് ചിക്കൻ ആണ് പെരി പെരിയും. പക്ഷെ നമ്മൾ ബാക്കിയുള്ളവരുന്ന് കഴിക്കുന്ന പോലെ ഭയങ്കര സ്പൈസി ഒന്നുമല്ല. പക്ഷെ അതിനാണ് സോസ് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്ത് കഴിക്കാം. പെരി പെരിയും ചില്ലി ജാമിൻ്റെ കൂടെ ആയിരിക്കും അടിപൊളി. വെരി നൈസ്. എന്നാൽ ഒരുപാട് ഫ്ലേവേഴ്സും അല്ലെങ്കിൽ ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ഫ്ലേവേഴ്സ് അങ്ങനത്തെ ഒരു ക്യുസീൻ അല്ല. നിങ്ങളൊന്ന് വന്ന് ട്രൈ നോക്കി. ഇറ്റ് വിൽ ബി എ ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ക്യുസീൻ അല്ല ഇത്, അല്ലെങ്കിൽ ഇൻഡോ ചൈനീസോ ഒന്നുമല്ല. ഇറ്റ്സ് എ പ്രോപ്പർ ദ ഫുഡ് ഇസ് ടേസ്റ്റിംഗ് ഹൗ ഇറ്റ് സപ്പോസ് ടു ടേസ്റ്റ്. സോ ഇറ്റ്സ് വെരി റിഫൈൻഡ്, വെരി ഡിഫറെൻറ്റ് ആൻഡ് ഇറ്റ്സ് യമ്മി. എസ്പെഷ്യലി ഫോർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു യൂറോപ്യൻ ഫീലാണ് ടോട്ടലി. ഇതൊക്കെ പറഞ്ഞാലും ഈ ബേബി പൊട്ടേറ്റോനെ ഒട്ടും നിങ്ങൾ എന്താ പുച്ഛിച്ച് കാണരുത്. കാരണം ഈ ബേബി പൊട്ടേറ്റോ സോ ടെൻഡർ. അതിൻ്റെ കൂടെ ബട്ടറിലിടുമ്പോൾ ഇട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞ് ചില്ലി ജാമിൽ മുക്കി കഴിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഇപ്പം ഞാൻ ചില്ലി ജാമായി. അൺബിലീവബിളി ഗുഡ്. ആസ് ഗുഡ് ആസ് ദ മീറ്റ്. വരുന്നുണ്ട് ഒരാൾ. ഇറ്റ് ഹാസ് എ സ്പൈസിനെസ്. എന്താ ഇനി എങ്ങനെ കഴിക്കും? എങ്ങനെയാ വ്ളോഗ് ചെയ്യും? വേദു ഇങ്ങനെ ഇരുന്നാ പറയാൻ ഇപ്പൊ പറയണോ എന്നോട് ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്യുന്നു? ആ വേദു ഒന്ന് കുറച്ചു നേരം വ്ളോഗ് ചെയ്യും. ഞങ്ങൾ ഇത് കഴിക്കട്ടെ. അപ്പോൾ ഇത് ആക്ച്വലി പാസ്ത അവര് നോക്കി പാസ്തയാണ്. ഇത് ഹാൻഡ് മെയ്ഡ് പാസ്തയാണ്. ഇത് പൊട്ടേറ്റോ ബേസ്ഡ് ആയിരിക്കും. അതിൻ്റെ കൂടെ വൈറ്റ് സോസ്, ചിക്കൻ എക്സ്ട്രാ ടോപ്പിംഗ്സ് പറയാം, ഒരു ഗാർലിക് ബ്രെഡ്. ഇപ്പൊ നിങ്ങൾ പ്ലാറ്റർ കഴിക്കാത്തവരാണെങ്കിൽ ഇതും നമ്മുടെ ഈ കോംബോയിൽ ഓപ്ഷൻ ആണ്. അമ്മ എന്നിട്ട് അമ്മ ഞാൻ കൊണ്ടുവരുമ്പോ വേദം ഓടില്ലേ? പ്രിയ, യു ലവ് ദിസ്. ഐ എം 100% ഷുവർ. ഡാഡിക്കും ഇഷ്ടപ്പെടും. ചീസി ആണല്ലോ. എടുത്തോ. ഞാൻ വേദത്തിന് കുറച്ചു നേരം അവൻ എന്റെ മേത്തിരിക്കുക. കണ്ട എന്നെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല ഈ വേദു മോൻ. അപ്പൊ എങ്ങനെയുണ്ട്? 100%. എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ചീസ്, പൊട്ടേറ്റോ, പാസ്ത, ചിക്കൻ, ഒലിവ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. അത് ഒറിഗാനോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ഡിഷ്. എനി ഡൗട്ട് വൈ ഇസ് ഇറ്റ് പോപ്പുലർ? ട്രൈ ചെയ്യണം. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് എന്റെ റെക്കമെൻഡേഷൻ അല്ല കേട്ടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഫ്രീ ആണ് ഇതിന് ഉത്തരവാദിത്വം. നോക്കി പാസ്ത വിത്ത് പൊട്ടേറ്റോ ആൻഡ് ചിക്കൻ ടോപ്പിംഗ്. നോക്കട്ടെ. ഓഫ്, look at the creaminess. നോക്കട്ടെ. Must try. 100% must try. I liked it more than the platter. I liked it more than anything. Outstanding dish. വേറെ ഒന്നും പറയില്ല. ഡാഡിയും കൂടെ കഴിച്ചു നോക്കട്ടെ. ക്രീം ഞാൻ പറഞ്ഞ പോലെ ക്രീമിനെസ് എല്ലാത്തിനും ആ ക്രീമി ഫ്ലേവർ ആണ്. പൊട്ടേറ്റോയും ചീസിനും പാസ്തയ്ക്കും. അത് ഹാൻഡ് റോൾ പാസ്തയാണ്, ഹാൻഡ് മെയ്ഡ് പാസ്തയാണ്. അതിലൂടെ കുറച്ച് ചിക്കൻ്റെ ഒരു മീറ്റിനെസ്സും കൂടെ വരുമ്പോൾ ഒന്നും പറയാനില്ല. ഔട്ട്സ്റ്റാൻഡിങ്. വാട്ട് എ വേ ടു സ്റ്റാർട്ട് എ വാലന്റൈൻസ് ഡേ. ആയിട്ടില്ലെങ്കിലും പ്രീ വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ ഒക്കെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണം. അല്ല പ്രിയ, അത് ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന റെഡിമെയ്ഡ് മമ്മി എന്താ വരാത്തത്? ഡാഡിക്ക് വാലന്റൈൻ ഏത് മതി? ഇത്രയും നോട്ടി വാലന്റൈനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അടങ്ങിയിരിക്കാത്ത വാലന്റൈൻ. ഡാഡിയുടെ കാലത്തുള്ള വാലന്റൈൻസ് ഡേ എങ്ങനെയായിരുന്നു ഡാഡി? ഉണ്ടായിരുന്നോ വാലന്റൈൻസ് ഡേ? ഉണ്ടായിരുന്നോ? ചുമ്മാ ഞാൻ മമ്മിനോട് ചോദിക്കുക. അപ്പൊ ഒരു റോസാപ്പൂ വരും.
വൈറ്റ് റോസ്. എവിടെയായിരുന്നു പോകുന്നത്? ആ റൂഫ് ടോപ്പിൽ. അന്ന് അതൊരു ഭയങ്കര റൊമാൻറ്റിക് സ്ഥലമായിരുന്നു. ഷിപ്പ്യാർഡ് ഒക്കെ കാണുമായിരുന്നു. വെരി ഫേമസ് ആയിരുന്നു. നല്ല ഫുഡും ആയിരുന്നു. അവിടെ ഫിഷ് ഫിംഗേഴ്സ് ഉണ്ട്. എന്റെ അച്ഛനൊക്കെ ഉള്ളപ്പോ എന്നെ അവിടെ ആയിരുന്നു ഇടയ്ക്ക്. ഇറ്റ്സ് എക്സ്പെൻസീവ്. അന്നത്തെ കാലത്ത് എക്സ്പെൻസീവ് ഞാൻ അത് പറയില്ല. ഇറ്റ് വാസ് നോട്ട് അഫോർഡബിൾ ഫോർ അസ്. ഞാൻ പറഞ്ഞ പോലെ ഫുഡ് ഒരിക്കലും എക്സ്പെൻസീവ് അല്ലെങ്കിൽ ഇൻഎക്സ്പെൻസീവ് എന്ന് പറയാൻ പാടില്ല. വെദർ ഇറ്റ്സ് അഫോർഡബിൾ അൺഅഫോർഡബിൾ ഫോർ യു എന്നേ പറയാൻ പാടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരാളുടെ എക്സ്പെൻസീവ് ആയിരിക്കും മറ്റൊരാൾക്ക് ചീപ്പായിരിക്കും. പിന്നെ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഡീഗ്രേഡിംഗ് ദ ഫുഡ്. നമ്മൾ ആ ഷെഫിന്റെയും ആംബിയൻസിന്റെയും ഒന്നിനും വാല്യൂ കൊടുക്കുന്നില്ല. സോ ഇഫ് യു കാൺ അഫോർഡ് ഇറ്റ് ഇസ് നോട്ട് എക്സ്പെൻസീവ്, ഇറ്റ് ഇസ് അൺഅഫോർഡബിൾ ഫോർ യു. അതാണ് എൻ്റെ മെയിൻ കാര്യം എനിക്ക് ഫുഡ് റിവ്യൂസിനോടും അല്ലെങ്കിൽ ഫുഡിനെ കുറിച്ച് പറയുന്നവരോടും പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഡാഡി? എങ്ങനെയുണ്ട് പാസ്ത? ഭയങ്കര ടേസ്റ്റിയാണ്. ആണല്ലേ? ഇന്നേ വരെ കഴിച്ചിരിക്കുന്നതില് അത്ര അടിപൊളിയായി. അതെ, സത്യം. ശരിക്കും നല്ല തിക്ക് ഫ്ലേവർ. എല്ലാം തിക്നെസ്സും ക്രീമിനെസ്സും ആണ്. അതിലൂടെ കുറച്ച് ഒലിവ്സും കൂടെ ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും. ഇതിപ്പോ ഒരു ഒലിവിന് വേണ്ടി അടിയാവും. ആൻഡ് ഈവൻ ചിക്കൻ സ്ലൈസസും എല്ലാം. പക്ഷെ അങ്ങനെ ഒരു മട്ടിക്കുന്ന ഒരു മൈദയുടെ ക്രീമിനെസ് അല്ല. സാധാരണ ഇതിൽ മൈദയും കോൺഫ്ലവർ ഒക്കെയാണ് കൂടുതൽ ഇടുന്നത് ഇങ്ങനത്തെ ഒരു വൈറ്റ് സോസിന്. പക്ഷെ ഇതില് ഇതൊന്ന് പ്രോപ്പർ ചീസും മിൽക്കും ക്രീമും ആയിരിക്കും ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും മട്ടിക്കുന്നുമില്ല. ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് മതിയാവുന്നില്ല. കാരണം ഇതിന്റെ മെയിൻ എന്താണെന്ന് അറിയാം, ഇതിന്റെ അകത്ത് ഈ നോക്കി പാസ്റ്റിന്റെ അകത്തുള്ള പൊട്ടേറ്റോ ഇറ്റ് ഇസ് സോക്കിംഗ് അപ്പ് ഓൾ ദി ഫ്ലേവർ. അതുകൊണ്ട് ഇതിന്റെ അകത്ത് ഭയങ്കര ഫ്ലേവർഫുൾ ആണ്. ഇറ്റ് ഇസ് ടു ഗുഡ്. ഞാൻ വീണ്ടും പറയാം, ഐ ലവ് ദ പ്ലാറ്റർ. പക്ഷെ ദിസ് ഇസ് വേറെ ലെവൽ ഫുഡാണ്. ഓരോ പാസ്റ്റയും ഹാൻഡ് മെയ്ഡാണ്. ഓരോ പാസ്റ്റയും. ദാറ്റ്സ് വാട്ട് മേക്സ് ദിസ് വെരി സ്പെഷ്യൽ. അപ്പൊ ഡാഡി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വാലന്റൈൻസ് ഡേ ആയിരുന്നു. മേഴ്സി പോയായിരുന്നു. പിന്നെ എന്ത് ചെയ്യായിരുന്നു? ഞാൻ മമ്മിയോട് ചോദിച്ചറിയാം എന്തൊക്കെ ചെയ്തു. പിന്നെ അവിടെ പള്ളിമുക്കിൽ ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ട്. പള്ളിമുക്കില് പണ്ട് ഇപ്പോഴുണ്ട്. അവിടെ പോവും. അല്ല, അപ്പൊ പിള്ളേരായിട്ടും പോവായിരുന്നു. ഈ പ്രിയൻ വാലന്റൈൻസ് ഡേ. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് വാലന്റൈൻസ് ഡേ എന്താന്ന് അറിയില്ലല്ലോ. വെളിയിൽ പോയി ഭക്ഷണം കഴിക്കാൻ തിരിച്ചു വരിക. അത് കോളേജിൽ ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നോ? ഗിഫ്റ്റ് കൊടുക്കുന്ന വാലന്റൈൻ അല്ല, ജനുവരി 1-ാം തീയതി. അതെന്താ? അത് ഞങ്ങൾ കൊടുക്കുന്നില്ല. ഡാഡി മമ്മിയും ഞങ്ങള് കുഞ്ഞിലെ ക്രിസ്മസ് ഫാദർ വരുന്ന പറയും വീട്ടില് 31st. ഓക്കെ, എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇവർ രണ്ടുപേരും പോയി ഗിഫ്റ്റ് വാങ്ങും ഞങ്ങൾക്ക്. ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങും കേട്ടോ. എന്നിട്ട് ഞാൻ ശരിക്കും വിശ്വസിച്ചു ക്രിസ്മസ് പപ്പാനെ കൊണ്ട് അത് ഇവര് ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്തിട്ട് ഒളിപ്പിച്ചു വെക്കുവേ. എന്നിട്ട് 31st നൈറ്റ് ഞങ്ങളെ കിടത്തി ഓർക്കും. ഉറക്കിയിട്ട് രാവിലെ 1-ാം തീയതി ആകുമ്പോ ഗിഫ്റ്റ് തുറക്കാനുള്ള ഇതാണ്. അപ്പൊ പപ്പാനെയാണ് കൊണ്ടേ വെക്കുന്നതെന്നാ പറയാ. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാട്ടോ പിറ്റേ ദിവസം എണീച്ച് നോക്കാനൊക്കെ. അങ്ങനെ ആയി ഞാനൊരു 8ാം ക്ലാസ് വരെ അത് ഒരു പ്രാവശ്യം എന്ത് പറ്റിയെന്നറിയോ? ഡ്രസ്സ് വെച്ചേ. അപ്പൊ എനിക്കും ചേച്ചിക്ക് അനുവിനും വെച്ചു ഡ്രസ്സ്. എന്നിട്ട് ഇട്ട് നോക്കിയപ്പോ അത് പാകായില്ല. അപ്പൊ ഞാൻ അയ്യോ ഇത് ലൂസായി പോയല്ലോ, പപ്പാന് എന്താ ലൂസ് ഡ്രസ്സ് തന്നെ മമ്മ പറയണേ. അതല്ല നമുക്ക് മാറ്റി വാങ്ങാം. അപ്പോഴാണ് പിടി കിട്ടി ഇവരാ കൊണ്ടേ തച്ചിരിക്കണത്. അതിനുശേഷം അവിടെ നിന്നു. അല്ല ഞാൻ 8-ലൊന്നും അല്ല, എനിക്ക് ഒന്ന് 5th-ലോ 4th-ലോ എങ്ങാണ്ടല്ലേ. അപ്പൊ പറഞ്ഞു നമുക്ക് ആ സാരല്ല, നമുക്കത് മാറ്റി വാങ്ങാം മമ്മി. നമുക്ക് വേദന ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല രസങ്ങൾ ചെയ്യണം. കാരണം പിള്ളേർക്ക് ആർക്കാണെങ്കിലും സർപ്രൈസസ് ഇഷ്ടമല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതൊരു ചോക്ലേറ്റും ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊരു സർപ്രൈസ് ഗിഫ്റ്റ് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചൊക്കെ കൊടുക്കുക. ദേ വിൽ ഓൾസോ ഫീൽ സ്പെഷ്യൽ. അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും വീട്ടിലെ സെർവൻസ് ആണെങ്കിലും ചേട്ടനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ആർക്കാണെങ്കിലും ചെറിയ ചെറിയ സർപ്രൈസസ്. പൈസ ഇസ് നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ്. ചെറിയ ചെറിയ സർപ്രൈസ് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സർപ്രൈസ് ആയിട്ട് ഒളിപ്പിച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ നോക്കുക. ഐ എം ഷുവർ എവരിബഡി വിൽ ഫീൽ ഗുഡ് അബൌട്ട് ദാറ്റ്. എന്തായാലും പാസ്ത കാലിയായി. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെയൊക്കെ മെയിൻ സാധനം അല്ലേ പറയാ? എന്താ ഡാഡിയാ? ഇന്ന് കഴിക്കണ്ട ഡാഡി, കുഴപ്പമില്ല. പ്രിയയുടെ മെയിൻ സാധനം വന്നിട്ടുണ്ട്. സ്ട്രോബെറി പാനക്കോട്ട. അതായിരിക്കും ആദ്യമേ കഴിക്കുന്നത്. ഇത് ചോക്ലേറ്റ് മൂസ്, ഇത് യോഗേർട്ട്, എന്തായിരുന്നത്? യോഗേർട്ട് ആൻഡ് ബെറി ജെലാറ്റോ. പാനക്കോട്ട കുലുങ്ങുന്നുണ്ട് നോക്കട്ടെ. ഉണ്ട്, ജെല്ലി പോലെ കുലുങ്ങുന്നുണ്ട്. കണ്ട, അതാണ് പെർഫെക്റ്റ് പാനക്കോട്ട. ഒന്ന് കഴിച്ചു നോക്ക്. I loved it. ഡാഡിക്ക് കൊതി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല.
അതിന്റെ കൂടെ സ്ട്രോബെറി എടുക്കാം. കുറച്ച് ചെറിയ പുളി ഉണ്ടാവും. അതെ, പക്ഷെ ആ പാനക്കോട്ടയുടെ സ്വീറ്റ്നെസ് ബാലൻസ് ചെയ്തുള്ളത്. ഡാഡി അത് സ്ലിപ്പായി പോകുന്നുണ്ട്. ഡാഡിക്ക് ദേഷ്യം, പാനക്കോട്ടനെ വഴക്ക് പറയുന്നത് എന്താ വരാത്തത് സ്പൂണിലേക്ക്. Can I finish this? Yeah, I ordered another portion. I can finish that too, no? എനിക്ക് ചോക്ലേറ്റ് മൂസ് ഉണ്ടല്ലോ. അടിപൊളിയല്ലേ? ഇതൊന്ന് കഴിച്ചു നോക്ക് പ്രിയ, ഇതൊന്ന് കഴിച്ചു നോക്ക്. ബെറി ആൻഡ് യോഗർട്ട് ജെലാറ്റോ. I'll finish this and have, no? Okay. Otherwise ഈ ഫ്ലേവർ ആ മിക്സ് ആയി പോരുന്നല്ലോ, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഡാഡി ഇത് അതിമധുരമില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതൽ കഴിക്കാം. ഇവിടെ എല്ലാം അങ്ങനെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഓവർ സ്വീറ്റും ഓവർ സോൾട്ടി ഓവർ സ്പൈസി അങ്ങനത്തെ ഒന്നും ഡിഷും ഇല്ല. ഇവരൊരു ഹെൽത്ത് ഫുഡ് എന്നുള്ളൊരു രീതിയിലുള്ളൊരു കോൺസെപ്റ്റാണ് ഇവർ കൂടുതൽ. ഇവിടെ ഇത് കഴിച്ചു നോക്കി, യോഗർട്ട് ആൻഡ് ബെറി ജെലാറ്റോ. ഞാൻ കുറച്ച് കഴിച്ചു നോക്കി, യു ലവ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് വെരി സ്വീറ്റ്, ഇറ്റ്സ് വെരി ഹെൽത്തി. ജിലൂട്ടസ് ആർ മോർ ഹെൽത്തിയർ ദാൻ ഐസ്ക്രീം. ശരിക്കും യോഗർട്ടിൻ്റെ ഫ്ലേവർ തന്നെയല്ലേ? അതാ ബെറീസിൻ്റെ ഒരു കണ്ട അടുത്ത് പോകുമ്പോൾ കാണാം നിങ്ങൾക്ക് ബെറീസിൻ്റെ ഒക്കെ ഒരു കളർ അകത്ത്. ഇതെന്താ പാനക്കോട്ട കുറച്ച് ബാക്കി വെച്ചിരിക്കുന്നത്? ലാസ്റ്റ് കഴിക്കാൻ. അതെപ്പോഴും ഉള്ളതല്ലേ, ലാസ്റ്റ് വരുമ്പോൾ നമുക്കൊരു സ്നേഹം, എക്സ്ട്രാ സ്നേഹം തോന്നും ആരെങ്കിലും എടുക്കാനുള്ള, അല്ലെങ്കിൽ ചമ്മല എടുക്കാനുള്ളത്. ചോക്ലേറ്റ് മൂസ് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അതും കൂടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വാലന്റൈൻസ് ഡേ ഡിന്നർ കഴിഞ്ഞു. ഇത് കഴിക്കാൻ അടി അതും കൂടെ കഴിഞ്ഞാൽ അടുത്ത പ്ലേറ്റില് പനക്കോട്ട വരണല്ലോ. വേദു വന്നിട്ടുണ്ട് വീണ്ടും. നൈസ് ചോക്ലേറ്റ് സോഫ്റ്റ് സ്മൂത്ത്. ഡാഡിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ, യോഗർട്ട് ആൻഡ് ബെറി. വേദുവിനെ കാണിക്കണം. വേദുവിന് കുറെ നേരം ഇട്ട് ഇത് വേണം. ഇത് സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ആണ്, പക്ഷെ അവൻ്റെ വിചാരം ഇത് മുട്ടയാന്ന്. ഞാനപ്പോൾ ഓബിയസ്ലി ഡിസേർട്ട് തുടങ്ങുന്ന എന്തിലായിരിക്കും എല്ലാവർക്കും അറിയാം, ചോക്ലേറ്റ് മൂസിലാണ്. ഇറ്റ്സ് വെരി നൈസ്. പക്ഷെ കുറച്ചും കൂടെ എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടം. ഇത് കുറച്ചും കൂടെ കണ്ട, ഇത് നിങ്ങൾക്ക് അറിയാം കൊക്കോയിൽ ക്രീം ഇട്ടാണ്, പക്ഷെ കുറച്ചും കൂടെ ഡാർക്ക് ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇവർ ഒന്നിലും ഓവറാക്കി ചെയ്യാറില്ലല്ലോ, എല്ലാം ഒരു പെർഫെക്റ്റ് ബാലൻസ് ചെയ്യുന്നത് ആൻഡ് മാക്സിമം ആസ് ഹെൽത്തി ആസ് പോസിബിൾ. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദേ യൂസ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഒന്നും ഉപയോഗിക്കില്ല. ചോക്ലേറ്റ് എന്തായാലും ദിലുവിന് ഹാപ്പി ആണല്ലോ. പ്രിയനോട് പ്രത്യേകം പറഞ്ഞു അതെ ഈ പാനക്കോട്ട തുടരുതെന്ന്. ഹാർട്ട് ഷേപ്ഡ് ആയതുകൊണ്ടല്ല, പ്രിയക്ക് ഇത് ഇഷ്ടമായതുകൊണ്ടാണ്, ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ്. ഐ ലവ് ദിസ് യോഗർട്ട് ഓൾസോ, യോഗർട്ട് ഐസ്ക്രീം. വെരി നൈസ്. ഭയങ്കര റിഫ്രഷിങ്. ഭയങ്കര ഇത്രയും കഴിച്ചിട്ടും വി ഫീൽ ഇറ്റ് വെരി ലൈറ്റ്. അതാണ് ഇങ്ങനത്തെ ഒരു ക്യുസീൻ്റെ ഗുണം. ഒട്ടും ഹെവി ആയിട്ട് തോന്നില്ല ഫുഡ്, അല്ലെങ്കിൽ ഓവർ പവറിങ്ങോ ടയറിങ് ആയിട്ടോ ഒന്നും തോന്നില്ല. ഭയങ്കര ഒരു റിഫ്രഷ്ഡ് ഫീലിംഗ് ആണ്. അതിൻ്റെ കൂടെ പെർഫെക്റ്റ് ഈ ഒരു യോഗർട്ട് ഐസ്ക്രീമും കൂടെ കഴിച്ച് കഴിയുമ്പോൾ ഒരു പാലറ്റ് ക്ലെൻസിങ് പോലെയാണ്. ഐ ടോട്ടലി എൻജോയ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ പാനക്കോട്ടയുടെ ഒറ്റ സ്പൂൺ എടുത്തുള്ളൂ, ബാക്കി പ്രിയ തന്നെയാണ് തീർക്കുന്നത്. ആൻഡ് ഈ സ്ട്രോബെറിയും പ്രിയ തന്നെയായിരിക്കും തീർക്കുന്നത്. ഡാഡി എങ്ങനെയുണ്ടായിരുന്നു മീല്? വെരി നൈസ്. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ? വെരി ഗുഡ്. പിന്നെ ഇത്രയും കഴിച്ചിട്ടേ അതന്നെ ഞാനും പറഞ്ഞ വീഡിയോയില്. അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഹെവി ആയിട്ടൊന്നുമില്ല, പക്ഷെ നല്ല ന്യൂട്രീഷൻ, നല്ല സാധനങ്ങളാണ് എല്ലാം. നമുക്ക് മമ്മീനോട് പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഒക്കെ ഒന്ന് കുക്ക് ചെയ്യേ. ഡാഡി പറയാടി ഐ വോണ്ട് പാസ്ത നോക്കി എന്നൊക്കെ പറ വീട്ടിൽ പോയി. വെക്കാറുണ്ട്, മമ്മി വെക്കാറുണ്ട്. വെജിറ്റേറിയൻ പാസ്ത വെക്കും. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി ഒന്നും കഴിക്കാത്തത്. എപ്പോഴും വെജിറ്റേറിയനിലാണ് മമ്മിയുടെ എക്സ്പ്ലനേഷൻ ഒക്കെ. ഓക്കെ, അപ്പോൾ പ്രിയ കഴിക്കട്ടെ. പക്ഷെ പാസ്ത എവിടെ കഴിച്ചാലേ ഇത്ര ക്രീമിയാവും, അത് കിട്ടില്ല, ഇത്രയും ഫ്ലേവറും കിട്ടില്ല. അത് കറക്റ്റാ. വേദന വ്ളോഗ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ലാസ്റ്റായിട്ട് തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങുവാണ്. പക്ഷെ ഇവിടെ ഒരു ജിലാറ്റോസ് ഉണ്ട്. ആ വേദുവിന് കേക്ക്, പക്ഷെ വെറുതെ ആയിട്ട് ഒന്നും വാങ്ങിക്കൊടുത്താൽ കഴിക്കത്തില്ല. ജിലാറ്റോസ് എല്ലാം കിട്ടുന്ന ഫ്ലേവറാണ്. വേദു ഇത് ഐസ്ക്രീമാ വേദു?
എക്സൈറ്റഡ് ആയി പോയോ ഐസ്ക്രീം കണ്ടപ്പോ? കിറ്റ്കാറ്റ്, കഫേ മോക്ക, സ്നീക്കേഴ്സ്, ബ്ലൂബെറി യോഗർട്ട്, കോഫി കാരമൽ, ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇവിടെ ഉണ്ടെന്ന്. ബിസ്കോട്ടിനോ, ഐ തിങ്ക് സർ ബി ലൈക്ക് കുക്കീസ് ആൻഡ് ക്രീം ആൻഡ് ടെൻഡർ കോക്കനട്ട്. അതെല്ലാം കേക്കാണ്. ആൻഡ് ഈ ജിലാറ്റോന്നാണ് നിങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാൻ ക്രേവിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്തി ഡിസേർട്ട്സ് കഴിക്കാൻ ക്രേവിങ് ഉണ്ടെങ്കിൽ ഈ ജിലാറ്റോ ഒക്കെ വളരെ ലോ കാലറി ആയിരിക്കും. നല്ല കാൽഷ്യം കാണും, അത്യാവശ്യം പ്രോട്ടീൻ കാണും. സോ ബെറ്റർ ദാൻ പേസ്ട്രീസ് ആൻഡ് ഇന്ത്യൻ സ്വീറ്റ്സ് ആണ് ഓൾവേസ് ഈ ജിലാറ്റോസ് ആൻഡ് നാച്ചുറൽ ഐസ്ക്രീംസ് ഒക്കെ. സോ ജിലാറ്റോസ് ആണ് വൺ ഓഫ് ദ ഹെൽത്തിയസ്റ്റ് ഡിസേർട്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നോക്കിയാൽ അറിയാം. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒരെണ്ണം കഴിച്ചിട്ട് പോവാം. ഐ ലവ് സ്നിക്കേഴ്സ് ഫ്ലേവർ. ഇത് ഇവരുടെ ഇനീഷ്യേറ്റീവ്സ് ആണ് ഞാൻ പറഞ്ഞില്ലേ, ഹോം മെയ്ഡ് സോസസ് ആണ്. ഇവരിവിടെ ഇവൻ വെജിറ്റബിൾസ്, ഓർഗാനിക് വെജിറ്റബിൾസ് സെയിൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം പോകുന്ന വഴിക്ക്. മീറ്റ് ഒരിക്കലും ഫ്രോസൺ അല്ല, മൾട്ടിഗ്രെയിൻ ബ്രെഡ്, സോ മാക്സിമം മൈദയുടെ യൂസ് കുറയ്ക്കാൻ നോക്കും. യൂസസ് ഫ്രം റിയൽ ഫ്രൂട്ട്സ്, ഒരുപാട് ബയോഗ്യാസ് ഉണ്ട്, സീറോ പ്രിസർവേറ്റീവ്സ്. അതേ പറഞ്ഞാൽ ഫുഡിൽ ഞാൻ കഴിക്കുമ്പോൾ തന്നെ പറഞ്ഞില്ലേ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം. സോ യു വോണ്ട് ഫീൽ എനി ആർട്ടിഫിഷ്യാലിറ്റി അല്ലെങ്കിൽ MSG അങ്ങനെ ഒരു എക്സ്ട്രാ ബൂസ്റ്റ് ഓഫ് ഫ്ലേവേഴ്സ് ഒന്നും കാണില്ല. സോ ഇറ്റ് വോണ്ട് ബി ടു എവ്രി വൺസ് ലൈക്കിംഗ് മേ ബി. പക്ഷേ അങ്ങനെ സട്ടിലായിട്ട് പക്ഷേ നല്ല ക്ലീൻ ഹെൽത്തി ഈറ്റിംഗ് എന്നൊക്കെ പറയുന്ന ആൾക്ക് അങ്ങനത്തെ കോൺസെപ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഐ എം ഷുവർ ദിസ് ബി വൺ ഓഫ് ദ ടോപ്പ് പ്ലേസസ് ഇൻ മേ ബി ഈവൻ ഇൻ കേരള. അപ്പോൾ പ്രിയൊക്കെ എല്ലാം കഴിഞ്ഞ് എന്താ നല്ല കപ്പല്ലേ, കപ്പ് വെള്ളം ഗ്രീൻ ടീ ഓർഡർ ചെയ്തു. അപ്പോൾ ഇവർക്ക് ഡൈജഷന് അതാണ് വേണ്ടത്, ഡാഡിക്കും ഗ്രീൻ ടീ. പക്ഷെ എൻ്റെ ഡൈജഷൻ്റെ സാധനം എന്താണെന്നറിയോ? ഗസ് ചെയ്ത് നോക്ക്, ഞാൻ കാണിച്ചു തരാം. നല്ല ജെലാറ്റോ ഐസ്ക്രീം. എനിക്ക് ഗ്രീൻ ടീ ഒന്നും വേണ്ട, എനിക്കിത് കഴിച്ച് കഴിഞ്ഞാൽ വയറിലെല്ലാം ഡൈജസ്റ്റ് ആവും. ആൻഡ് ഈ ജെലാറ്റോ ആകുമ്പോൾ അധികം ഗിൽട്ടും ഇല്ലാതെ കഴിക്കാം. ഇത് സ്നിക്കേഴ്സ് ഫ്ലേവറാണ്, അടിപൊളിയായിരിക്കും. സ്നിക്കേഴ്സ് ആണ് എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്, സ്നിക്കേഴ്സും M&M. ഓ ശരിക്കും നട്ട്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഫസ്റ്റ് ബായ് വെക്കുമ്പോൾ തന്നെ യു ഗെറ്റ് ദറ്റ് പീനട്ട് കാരമലൈസ് ഫ്ലേവർ വിച്ച് ഇസ് ദ ടിപ്പിക്കൽ സ്നിക്കേഴ്സ് ഫ്ലേവർ. പക്ഷെ ഐസ്ക്രീം പോലെ അത്ര ഹെവിയോ റിച്ചോ അല്ല. ഐ ലവ് ഇറ്റ്. എന്തൊരു പെർഫെക്റ്റ് വേ ടു എൻഡ്. ഞാൻ പിന്നെ രണ്ട് കാര്യം പറയാം. ഇത് ഒരു രീതിയിലും പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഇഷ്ടം തോന്നി ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്, നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഇത്രയും എഫേർട്ടും ഇത്രയും ഡെഡിക്കേറ്റഡും ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് നടക്കുന്നൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ ഞങ്ങളിത് വാലന്റൈൻസ് ഡേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ 14th 15th വരെ ഉള്ളൂ ഇത്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കുറച്ച് പേര് വന്ന് ഇത് എൻജോയ് ചെയ്യുമെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലും കൂടെയാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് അവർ ജെന്യുവിൻ. വി നോട്ട് ഈവൻ റെക്കമെൻഡിങ് ഇറ്റ്, വി ജസ്റ്റ് ഷോയിങ് യു വാട്ട് ഓൾ ഇസ് അവൈലബിൾ ആൻഡ് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് കാണിക്കാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പിലാണ് ഞങ്ങളിവിടെ വന്നത്. അത് പറ്റിയതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും പ്രിയ ഗ്രീൻ ടീ കുടിച്ചോ. നമുക്ക് വാലന്റൈൻസ് ഡേക്ക് എന്തായാലും ഒരു സ്പെഷ്യൽ പരിപാടി ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്തായാലും ഡാഡിയുടെ വാലന്റൈൻസ് ഡേ കഥകളൊക്കെ എല്ലാവരും കേട്ടു. ആൻഡ് ഇതൊക്കെ ഇനി മമ്മിനോട് നമുക്ക് ചോദിക്കണം കേട്ടോ, സത്യമാണോ? സമ്മതിക്കില്ല. മേഴ്സിയിലൊക്കെ ഡേറ്റ് നൈറ്റിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞതാ ഡാഡി. എനിക്കറിയേണ്ടത് ഡാഡി മമ്മിക്ക് റോസ് കൊടുത്തോന്നാണ്. അതൊന്നും കൊടുത്തിട്ടില്ല, അതൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ബൈ ബൈ ബൈ. ഡാഡി ബൈ പറഞ്ഞേക്ക്. ബൈ എല്ലാവർക്കും. ഹാപ്പി വാലന്റൈൻസ് ഡേ. പക്ഷെ ഇത് വാലന്റൈൻസ് ഡേക്ക് മുമ്പാ വരുന്നത്. ഓക്കെ, ബൈ ബൈ. ഫ്ലൈങ് കിസ് കൊടുത്തേ. നാണം വന്നു.